ശ്രീ ഷാഫി ചാലിയം, ആരോപണത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഉടൻ തന്നെ സർക്കാർ ഇടപെട്ടു. ഇനി അതിൽ അന്വേഷണം നടക്കട്ടെ. ഇത് സർക്കാർ ആത്മാർത്ഥമായി നടത്തുന്ന നീക്കമാണ്. അത്രയും കണ്ടാൽ മതി. അതിനപ്പുറം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ഒക്കെ ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കമായി ഈ അൻവർ MLA-യുടെ ആരോപണങ്ങളെ കാണേണ്ടതില്ല എന്നാണ്. ഈ അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് എത്രത്തോളം വിശ്വാസമുണ്ട്? ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞു ADGP NG മറ്റേ അജിത് കുമാറിന് നേരെ അൻവർ ഉയർത്തിയ ആരോപണത്തിൽ അജിത് കുമാറിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ തിരിച്ച് റെജി ലൂക്കോസിനോട് ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അദ്ദേഹം പരാജയമാണ് ഈ വിഷയത്തിൽ എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അതൊന്നും ആദ്യം പറയും. റെജി ലൂക്കോസിനുണ്ട്. തീർച്ചയായിട്ടും അതിന് മറുപടി പറയാം. കാരണം ഞാനത് പറഞ്ഞല്ലോ, അൻവർ അദ്ദേഹത്തിന് എനിക്ക് പറയാമോ? പറയാം. ഹലോ, പറയാം. താങ്കളുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഹലോ, അതായത് ഷാഫി, തീർച്ചയായിട്ടും അത് ഞാനവിടെ ഈ ചർച്ച ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അറിയേണ്ടതായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു അൻവർ പറഞ്ഞ വിവരം ചർച്ചയുടെ തുടക്കത്തിൽ ഞാനിവിടെ പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ അതും പറഞ്ഞു. MV ഗോവിന്ദൻ മാഷ് എന്ന് കണ്ണൂർ പറഞ്ഞു കഴിഞ്ഞു, ഷാഫി ചാലി നിങ്ങളെപ്പോലെ UDF-കാരെ പോലെ ഒന്നും അല്ല. അദ്ദേഹം പറഞ്ഞു ഉയർത്തിയ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, തീർച്ചയായിട്ടും പാർട്ടി പരിശോധിക്കും, സർക്കാർ പരിശോധിക്കും പറയുമ്പോൾ അതിലപ്പുറം മറുപടി എന്നാ പറയുന്നത്? അതിനുള്ള മറുപടി റെജി ലൂക്കോസ് അല്ല അത് സാക്ഷാൽ MV ഗോവിന്ദൻ മാഷ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടെന്ന് മറുപടി പറയണ്ട. അത് പറയാനുള്ള തന്റെ ഇടവും അതിനുള്ള ആർജവുള്ള പാർട്ടിയാണ് CPM ഈ സർക്കാരും. അത് തെളിഞ്ഞില്ലേ? ശരി. ശ്രീ ഷാഫി ചാലിയം മറുപടി പറഞ്ഞു. ഷാഫി, MR അജിത് കുമാറിനെ കുറിച്ച് കഴിഞ്ഞ വർഷം എലത്തൂരിൽ ആ ട്രെയിനിലുണ്ടായ സ്ഫോടവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ ശ്രദ്ധിക്കണം. കാരണം വത്സൻ തില്ലങ്കേരി എലത്തൂർ സ്ഫോടന കേസിൽ പറഞ്ഞ അഭിപ്രായം എന്താണോ അത് അതേപടി ആവർത്തിക്കുകയായിരുന്നു ഈ MR അജിത് കുമാർ അന്ന് ചെയ്തത്. അതായത് ഇവിടെ കുറ്റാരോപിതനായി കിട്ടിയ പ്രതി, ആ പ്രതി എവിടുന്ന് വരുന്നതാണ്, അയാൾ വരുന്ന സ്ഥലം തന്നെ കണ്ടാൽ അറിയാലോ നമുക്ക് പിന്നെ ഇതിലെ ഭീകര സ്വഭാവം. വരുന്ന സ്ഥലം ഷഹീൻ ബാഗാണ്. ഇതന്നെയാണ് ആര് പറഞ്ഞത്? വത്സൻ തില്ലങ്കേരി പറഞ്ഞത്. ഈ ഭീകരവാദികളെ അടവിച്ച് വിരിയിക്കുന്ന ഹാച്ചറിയാണ് ഷഹീൻ ബാഗ് എന്നാണ് പറഞ്ഞത്. ഏതായി ഷഹീൻ ബാഗ്? പൗരത്വ സമരം നടന്ന സ്ഥലമാണ്. എല്ലാ ഇന്ത്യയിലെ BJP ഒഴികെയുള്ള എല്ലാ പാർട്ടിക്കാരും വന്നിരുന്ന ഒരു പന്തൽ കെട്ടിയ സ്ഥലമാണെന്നുള്ളൂ. ഒരുപാട് സ്ത്രീകളിരുന്നേ. അതിനെ ഭീകര കേന്ദ്രമാക്കിയിട്ട് വത്സൻ തില്ലങ്കേരി പറഞ്ഞപ്പോൾ അതേ വത്സൻ തില്ലങ്കേരിയുടെ ഭാഷയാണ് MR അജിത് കുമാർ അന്ന് ഉപയോഗിച്ചത്. മാത്രമല്ല, അന്ന് പിടിക്കപ്പെട്ട കുറ്റവാളി എന്ന് ആരോപിക്കുന്ന ഷഹീൻ ബാഗ് സ്വദേശി അയാളുടെ കുറ്റസമ്മതമുണ്ട് എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് ഈ കുറ്റം മുഴുവൻ അയാളെ തല കെട്ടിവെച്ച് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. അതിന് പിന്നിലുള്ള കോൺസ്പിറൻസിയിലേക്കോ ഒന്നിലേക്കും പോയില്ല. ചെറിയ സംഗതിയല്ല അവിടെ നടന്നത്. മാത്രമല്ല, ഇവിടുത്തെ BJP-ക്കാർ പ്രതികളായ പല കേസുകൾ ഒതുക്കി തീർത്തതിൽ ഇയാൾക്ക് പങ്കുണ്ട്. ഉദാഹരണം KM മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ SP-ക്ക് സ്വന്തമായി പൂരം കലക്കാൻ കഴിയില്ല, മുകളിൽ ഉയർന്ന പിടിപാടുള്ള ആരെങ്കിലും സഹായം വേണം. സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ടെലിവിഷൻ ചാനലിൽ നടന്ന ചർച്ചകളിൽ ഞാൻ ഉയർത്തിയാണ്. തൃശ്ശൂർ മേയർക്കും തൃശ്ശൂർ SP-ക്കും പങ്കുണ്ട്. SP-ക്ക് സ്വന്തം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു സിൻഡിക്കേറ്റ് നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ടടിച്ച കേസ് ഒരു വട്ടമല്ല 2 വട്ടം അത് ഫോട്ടോസ്റ്റാറ്റാക്കി മാറ്റി BJP-ക്കാർ പ്രതികളാകുന്ന കേസുകളൊക്കെ. അതുകൊണ്ടാണ് ആനിരാജ പറഞ്ഞത്, CPI-യുടെ ആളാണ് ആനിരാജ. വയനാട്ടിലെ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ കൊണ്ടെടുത്ത സ്ഥാനാർത്ഥിയെ പറഞ്ഞത് ആദ്യമായിട്ട് കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന RSS ആണ്. അപ്പോൾ RSS-ന് ആരുമായിട്ടാണ് ലിങ്ക്? RSS-ന് ലിങ്ക് ഇദ്ദേഹമായിട്ടാണെന്നുള്ളതാണ് ഇപ്പം പുറത്തു വന്ന് അൻവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്ന് പുനരന്വേഷണം നടത്താൻ നിങ്ങൾ തയ്യാറാകണം. അതാ പറഞ്ഞത്, ഞാൻ എവിടെയും ഇദ്ദേഹത്തെ വെള്ളപൂശാൻ നടന്നിട്ടില്ല. പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ സോളാർ കേസിൻ്റെ ഇരകളുടെ ആ ഇരയുടെ മൊഴി റെജി ലൂക്കോസിന് ഇന്ന് സമ്മതമാണ്. ഇപ്പോൾ ഇതേ ഇര EP ജയരാജനെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 5 കോടി റുപ്യ എനിക്ക് വാഗ്ദാനം തന്നു ഉമ്മൻചാണ്ടിൻ്റെ പേര് പറയാൻ. ഈ ഇര പറഞ്ഞതാ TV-യിൽ വന്നിട്ട്. അത് വിശ്വസിക്കുക? അതുകൊണ്ട് ആ വർത്തമാനം കൂടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. ഒന്ന് കാപ്പൂരിൽ കുടുങ്ങി, അത് കഴിഞ്ഞ് ഹേമ കമ്മിറ്റിയിൽ കുടുങ്ങി,
അതിലും വലിയ വലിയ പെരുമ്പാമ്പിന്റെ ആണ് അപ്പൊ നിങ്ങൾ 150 എന്താണ് കോടിയെ കുറിച്ചോ? പിന്നെ നിങ്ങൾ 150 അണ്ണാക്കിൽ കോടിയെ കുടുങ്ങി കുറിച്ച്? കിടക്കുന്നത് നിങ്ങളെ ശരി ശരി അല്ലല്ല അതിലേക്ക് പോണ്ട ചർച്ച അതിലേക്ക് പോണ്ട